സമ്പൂജി സദസ്സിന് നമോവാദം. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് കാലത്തിന് മുൻപേ ചിന്തിക്കുകയും ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരിടയ ശ്രേഷ്ഠൻ. അതെ, അതായിരുന്നു ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി. കുട്ടനാടിന്റെ ശാലീനതയ്ക്ക് വിശ്വാസ പൈതൃകത്തിന്റെ തിലകക്കുറിയേകുന്ന ചമ്പക്കുളം ഗ്രാമം. അവിടെ ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ 1873 ജനുവരി 14 കുരിയാളശ്ശേരി കുടുംബത്തിൽ ജനിച്ചു. തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടൻ റോമിലെ പ്രൊപ്പഗാന്ത കോളേജിലെ വൈദിക പരിശീലനത്തിന് ശേഷം 1899 ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്തു. അതൊരു ദീർഘമായ ആത്മീയ സേവനത്തിന്റെ തുടക്കമായിരുന്നു. വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും ഉത്തരവാദിത്വത്തിന്റെ ഗൗരവവും അചഞ്ചലമായി സമന്വയിച്ച മഹാത്യാഗിയും മനുഷ്യ സ്നേഹിയുമായിരുന്നു ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി. സമൂഹത്തിലെ അടിത്തറയായ കുടുംബം ഗാർഹിക സഭയാണെന്ന ഉത്തമ ബോധ്യത്തോടെ അതിനെ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വളർത്താൻ പിതാവ് അധ്വാനിച്ചു. സ്വർഗത്തിൽ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖമാരെ പോലെ ഭൂമിയിലും ഒരു ഗണം വേണമെന്ന വന്ധ്യപിതാവിന്റെ ദർശനമാണ് ഇന്ന് 22 പ്രൊവിൻസുകളായും ഒരു റീജിയണുമായി വ്യാപിച്ചു കിടക്കുന്ന ആരാധനാ സന്യാസിനി സമൂഹം. പരിശുദ്ധ കുർബാനയിലെ ഈശോയിൽ ഹൃദയം ചേർത്ത് വെച്ച് സത്യാന്വേഷണത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും മുൾപടർപ്പിലേക്ക് ചവിട്ടിക്കയറിയ ഈ കർമ്മയോഗിയുടെ 153ാമത്തെ ജന്മദിനം നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ പുണ്യാത്മാവിൻ്റെ ജീവിതം മറ്റൊരു സുവിശേഷമാണെന്ന് കാലം തെളിയിക്കുകയാണ്. ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരി പിതാവിൻ്റെ ജീവിതം നമുക്കേവർക്കും ഒരു മാതൃകയായി നിലകൊള്ളട്ടെ. നന്മയുടെ വഴികൾ പ്രഭാപൂരിതമാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.